ബ്യൂറോയുടെയും INPRDയുടെയും സഹകരണത്തോടെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഈ പത്രസമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന സെൻസസ് 2027 കേരളത്തിലെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് ഈ സമ്മേളനം നടത്തുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നടത്തുന്നതായിരിക്കും സെൻസസ് 2027. നമുക്കൊപ്പം വേദിയിലുള്ളത് ശ്രീ കെ ബിജു IAS, സെക്രട്ടറി ജനറൽ അഡ്മിനിസ്ട്രേഷൻ വകുപ്പ് ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ സെൻസസ്, ഡോക്ടർ മിത്ര ടി IAS, ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ആൻഡ് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കേരള, ശ്രീമതി അനുകുമാരി IAS, ഡിസ്ട്രിക്ട് കളക്ടർ തിരുവനന്തപുരം ആൻഡ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കേരള. കേരളത്തിൽ നാളെ മുതൽ, അതായത് ജൂൺ 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ലഭ്യമായിരിക്കും. തുടർന്ന് ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന സെൻസസ് നടത്തുന്നത്. ഇനി സെൻസസ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിക്കുന്നു സെക്രട്ടറി പൊതുഭരണ വകുപ്പ് ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ശ്രീ കെ ബിജു IAS. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സെൻസസ് ഓപ്പറേഷൻസിൻ്റെ ഫസ്റ്റ് ഫേസാണ് 2027 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിനകം തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ട്രെയിനിങ്, സൂപ്പർവൈസേഴ്സ്, എന്യൂമറേറ്റേഴ്സ്, അതേപോലെ ഹൗസ് ലിസ്റ്റിംഗ്, ബ്ലോക്ക് ഫോർമേഷൻ ഇതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസാണ്. അപ്പോൾ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷനാണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ വഴിയോ നമ്മുടെ ടാബ്ലറ്റ് വഴി, നമ്മുടെ ടാബ് വഴിയോ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് വഴിയോ വീട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കേരളം ഒരു സാക്ഷരത സംസ്ഥാനമാണ്, ഹയസ്റ്റ് ലിറ്ററസി ഉള്ളൊരു സംസ്ഥാനമാണ്. നല്ലൊരു ജനകീയ മൂവ്മെൻ്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം എന്യൂമറേറ്റേഴ്സ് വരുന്ന ഒരു സമയം, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നത് അടുത്ത സ്റ്റേജ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത് ജൂൺ 16 തൊട്ട് ജൂൺ 30 വരെയാണ്. അപ്പോൾ ഈ സമയത്തിൽ നമ്മുടെ വീട്ടുകളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നത് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് നമ്മുടെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്യാം. അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മളെ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിങ്ങിന് വേണ്ടി ജൂലൈ 1 ജൂലൈ 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിൻ്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മളും അതിന് അനുസരിച്ചിട്ടുള്ളൊരു സിസ്റ്റം ക്ലിയർ ആയിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ സാധിക്കും. അത് വിശദമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനും കൂടി നമുക്ക് കാണിക്കാം എങ്ങനെയാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തുന്നത്. അപ്പോൾ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് ഇതെല്ലാം പോർട്ടലിൽ നമ്മൾ ലഭ്യമാക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് തികച്ചും ഓരോ വ്യക്തികളുടെയും ഓരോ കുടുംബത്തിൻ്റെയും സ്വകാര്യത അല്ലെങ്കിൽ ഒരു പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സെൻസസ് ആണ്. ദിസ് ഡേറ്റ വിൽ നോട്ട് ബി ഷെയർഡ് വിത്ത് എനിബഡി അൺനെസസറിലി. ഇറ്റ് ഹാസ് ഫുൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി വിച്ച് ഇസ് ദെയർ ഇൻ ദി സെൻട്രലൈസ്ഡ് സെർവർ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ആശങ്കയും നമുക്ക് വേണ്ട. മാത്രമല്ല അൺനെസസറി ആയിട്ടുള്ള ചില ഫാമിലീസ് അല്ലെങ്കിൽ ചില ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ സമയത്ത് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഡേറ്റ അൺനെസറി ആയിട്ടുള്ള ഒരു ഡേറ്റയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ദിസ് വിൽ ബി ടോട്ടലി പ്രൊട്ടക്റ്റഡ്. ഈ എന്യൂമറേഷൻ സമയത്ത് പരമാവധി നമ്മൾ പത്രമാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല പബ്ലിസിറ്റി കൊടുത്താൽ മാത്രമേ ആളുകൾ ഇതിൽ പങ്കാളികളാകാൻ പറ്റൂ. മാത്രമല്ല സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ മാത്രമല്ല വികസനത്തിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇൻഈക്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് റിസോഴ്സസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക അതിനുള്ളും കൂടി ഒരു അവസരമാണ് സെൻസസ് 2027. അപ്പോൾ ഇതിനെല്ലാവരും പങ്കാളികളാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നമുക്ക് ആരംഭിക്കുന്നത് ജൂലൈ 1 to 30. അപ്പോൾ ജൂലൈ 1 to 30 എന്യൂമറേറ്റേഴ്സ്
ഓരോ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് നമ്മൾ തയ്യാറെടുപ്പോടുകൂടി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിന് എന്യൂമറേറ്റേഴ്സ് ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട്, കൂടുതലും സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും, അവർ ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഓരോ വീടുകളും അവർ സന്ദർശിച്ചുകൊണ്ട് ഈ ഹൗസ് ലിസ്റ്റിംഗ് ഡീറ്റെയിൽസ് എടുക്കും. പക്ഷെ അതിന് മുന്നോടിയായിട്ട് സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് ചെയ്ത കുടുംബങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാനും കൂടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കേരളം ഒരു ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് എന്യൂമറേഷൻ വഴി തന്നെ പരമാവധി ഡേറ്റ അതാത് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഫേസ് ഓഫ് സെൻസസ് ഇസ് ഇൻ നെക്സ്റ്റ് ഇയർ 2028 മാർച്ച്. വേറെ ഡെസിനിയൽ നമ്മൾ കൗണ്ട് എടുക്കണ ഒരു ദിവസമാണ്. ആ കൗണ്ട് എടുക്കുമ്പോൾ കേരളത്തിലെമ്പാടുമുള്ള എല്ലാ സംസ്ഥാനത്തിലും ഒരേ ദിവസം ഒരു മിഡ് നൈറ്റിൽ നമ്മൾ കൗണ്ട് എടുക്കുമ്പോൾ, ഇൻക്ലൂഡിങ് ഹൗസ്ലെസ് പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ, ഇതിൻ്റെ നമ്മൾ ജനസംഖ്യയുടെ ഒരു കണക്ക് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും ബൈ 2028. സോ ബിക്കോസ് ഓഫ് കോവിഡ് കാരണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം. സോ ഈ സെൻസസിൽ എല്ലാവരും പങ്കാളികളാവണം. പത്രമാധ്യമ സുഹൃത്തുക്കൾ പരമാവധി പബ്ലിസിറ്റി കൊടുക്കണം. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Being stored in a very secured server in the government of India in the census by the Registrar General of Census. So they have taken all precautions and all protocols which is necessary for the security of the data is what they have. But I will not go into the nitty-gritty because I am not aware of what type of technology has been adopted in the servers there. But they have assured us from the Registrar General of Census that this is fully protected. This is a standalone server which they are maintaining. But if there is any other details which I would like to get from there, then I will let you know about that. What type of protocols they are using for data privacy. നമ്മുടെ അധിക സമയം വേസ്റ്റ് ആകുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ PPT-യിലൂടെ കടക്കാം. ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ഇൻ ദ സെൻസസ് എന്താണ്, സെൻസസിൽ എന്തൊക്കെ നടപടികളാണ് എടുക്കുന്നത്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും അതിലൊരു സ്ലൈഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സെൻസസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേന്ദ്ര പട്ടികയിൽപ്പെട്ട വിഷയമാണ്. സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൽ കഴിയുന്നതാണ്. 69ാമത്തെ സീരിയൽ നമ്പറായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിയമപരമായ അടിസ്ഥാനം 1948 സെൻസസ് നിയമവും 1990 സെൻസസ് ചട്ടങ്ങളും അതിനെ തുടർന്നുള്ള ഭേദഗതികളുമാണ്. പിന്നെ ഇത് നടപ്പിലാക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇത് നടപ്പിലാകുകയുള്ളൂ. കാരണം അറിയാമല്ലോ, നമുക്ക് എന്യൂമറേറ്റർ സൂപ്പർവൈസേഴ്സും അതുപോലെ ഫീൽഡ് ലെവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫുള്ളി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാകുന്നത്. പിന്നെ ഇതിൽ വകുപ്പ് 15 സെൻസസ് ആക്ട് അത് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്താൻ കാരണം ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിഗത വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. The records of census are not open to any inspection or in any civil or criminal proceedings ആണ്. അത് ആക്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം രഹസ്യാത്മകമാണ് നമ്മൾ ഓരോരുത്തരും നൽകുന്ന വിവരങ്ങൾ. കാരണം ഇൻഡിവിജ്വൽ ഡേറ്റ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അത് RTI ആക്ടിൻ്റെ സെക്ഷൻ 8(1)J ആ പരിധിയിൽ വരുന്നതാണ്. പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്, ഒരാൾ ചോദിച്ചാൽ കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത്രയും പ്രൊട്ടക്ഷനാണ്. കാലങ്ങളായിട്ട് തന്നെ ഈ സെൻസസ് നടന്നു വരുന്നതാണ്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ്. പൂർണ്ണമായും ഡിജിറ്റലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പരമ്പരയിലെ 16ാമത്തെ സെൻസസും സ്വാതന്ത്ര്യാനന്തരമുള്ള 8ാമത്തെ സെൻസസുമാണ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ഒരു ചരിത്രം, അതായത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഡിജിറ്റൽ സെൻസസ് ആണ്. നിയമപരമായ അടിസ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതിൻ്റെ നിയമവും ചട്ടങ്ങളും ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വകുപ്പ് 8ലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യതയും സംബന്ധിച്ച് പറയുന്നത്. അതായത് ഒരു എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും പൊതുജനങ്ങൾ ഉൾപ്പെടെ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ആ വകുപ്പിൽ സൂചിപ്പിക്കുന്നത്. അതായത് ടു ദ ബെസ്റ്റ് ഓഫ് നോളജ് ഓർ ബിലീഫ് നമ്മൾ ആ ചോദ്യത്തിനുള്ള ഒരു കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകണം എന്നുള്ളതാണ് ആക്ടിലും റൂൾസിലുമായിട്ട് പറയുന്നത്. പിന്നെ വകുപ്പ് 9ലാണ് നമ്മുടെ എന്യൂമറേറ്റർമാർക്ക് ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ കയറുവാനും അവിടുത്തെ ബിൽഡിംഗ് നമ്പറും സെൻസസ് ഹൗസ് നമ്പറും രേഖപ്പെടുത്തുവാനുള്ള, അത് അഫിക്സ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആ ഓക്യുപ്പയർ കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ വകുപ്പ് 11ലാണ് സെൻസസ് നിയമപ്രകാരമുള്ള പിഴയും ശിക്ഷയും പറയുന്നത്. വകുപ്പ് 15 ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു എനി
criminal or civil proceeding, or it is not open to inspection എന്ന് പറയുന്നത്, unless there is a prosecution under the act. അതായത് ഇത് പൂർണ്ണമായും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആഗ്രിഗേറ്റ് ഡേറ്റ മാത്രമേ പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ളൂ, ഇൻഡിവിജ്വൽ ഡേറ്റ പബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല. അടുത്തത് ഭരണപരമായ ഘടന എന്ന് പറയുന്നത്, ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര തലത്തിൽ നമുക്ക് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യ ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായണ IAS ആണ്, അദ്ദേഹമാണ് ഇത് ഫുൾ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിൻ്റെ കീഴിലായി എല്ലാ സംസ്ഥാനങ്ങളിലും ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഉണ്ട്. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു സ്റ്റേറ്റ് ലെവൽ സെൻസസ് കോർഡിനേഷൻ കമ്മിറ്റി തന്നെയുണ്ട്, വിവിധ വകുപ്പ് സെക്രട്ടറിമാരൊക്കെ ഉൾപ്പെടുന്നത്. ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിൻ്റെ സംസ്ഥാന തലത്തിലെ ഏകോപനം ഉറപ്പുവരുത്തുന്നത്. പിന്നെ നോഡൽ ഓഫീസറുണ്ട്, GAD സെക്രട്ടറി. പിന്നെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന് പറയുന്നത് അതാത് ജില്ലാ കളക്ടർമാരാണ് 14 ജില്ലകളിലെ. പിന്നെ നമുക്ക് അഡീഷണൽ PCOs ഉണ്ട്. ചാർജ് ഓഫീസർമാരെന്ന് പറയുന്നത്, അതായത് ഓരോ ചാർജ്, റൂറൽ ചാർജ്, അർബൻ ചാർജ്, അങ്ങനെയാണ് നമുക്കിവിടെ ഘടന വരുന്നത്. റൂറൽ എന്ന് പറയുമ്പോൾ താലൂക്കുകളെല്ലാം, അർബൻ എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷൻസും. പിന്നെ ഫീൽഡ് ലെവൽ സ്റ്റാഫാണ് നമ്മുടെ അധ്യാപകരും മറ്റ് സർക്കാർ ജീവനക്കാരും ഉൾപ്പെടുന്ന എന്യൂമറേറ്റർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. സെൻസസ് 2027 എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പ്രധാനപ്പെട്ട സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2027, മാർച്ചിൽ റിവിഷൻ റൗണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമ്മൾ നടത്താൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസ്, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. 30 ദിവസത്തെ പീരീഡിനുള്ളിലാണ് അത് നടത്തേണ്ടത്. പല സംസ്ഥാനങ്ങളിലും അത് കഴിഞ്ഞു. നമുക്ക് ഇലക്ഷൻ കാരണമാണ് നമുക്കൊന്ന് വൈകിയത്, അല്ലെങ്കിൽ ഇത് ഏപ്രിൽ മെയ്യിലായിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ ഇലക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ചൊന്ന് നീട്ടി വയ്ക്കേണ്ടി വന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ബേസിക്കലി ഹൗസിംഗ് ഫെസിലിറ്റീസ്, ഹൗസിംഗ് അമ്യൂണിറ്റീസ്, അതിൻ്റെ ഒരു ചോദ്യാവലിയും അതിനെ കുറിച്ചുള്ള റെസ്പോണ്ടൻറ്റിൻ്റെ റെസ്പോൺസസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഇനി അതിന് തൊട്ട് മുമ്പായിട്ടാണ് സെൽഫ് എന്യൂമറേഷൻ. വിശദീകരിക്കുന്നില്ല, അത് വിശദമായ സ്ലൈഡ് വരുന്നുണ്ട്. രണ്ടാം ഘട്ടമാണ് പ്രധാനപ്പെട്ട ജനസംഖ്യാ കണക്കെടുപ്പ് വരുന്നത്. അതായത് നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ, അതായത് ഓരോ ആളിൻ്റെയും വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെയുള്ളത് ശേഖരിക്കുന്നതും ഓരോരുത്തരുടെയും കൗണ്ട് എടുക്കുന്നതും, അതാണ് ജനസംഖ്യാ കണക്കെടുപ്പ്, പോപ്പുലേഷൻ എന്യൂമറേഷൻ. അത് ഫെബ്രുവരിയിലായിരിക്കും 2027. അപ്പോൾ അതുകൊണ്ടാണ് സെൻസസ് 2027 എന്ന് തന്നെ അറിയപ്പെടുന്നത്. അടുത്തത് ഇതാണ് ചോദ്യങ്ങൾ. ഓൾറെഡി എനിക്ക് തോന്നുന്നു പല പത്രമാധ്യമങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു. ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ചോദ്യങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന വിജ്ഞാപനങ്ങളൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഞാൻ ഓരോന്നിലും കടക്കുന്നില്ല. 34 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 33 ചോദ്യങ്ങളായിരിക്കും ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് ശേഖരിക്കുക. ഒന്ന് ഓട്ടോ ഇൻക്രിമെന്റഡ് ആണ്, ലൈൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു അടിസ്ഥാന, കേരളത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഉള്ള അടിസ്ഥാന വിവരം. താലൂക്ക് 78, സ്റ്റാറ്റ്യൂട്ടറി ടൗൺ, അതായത് മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻസ്. സെൻസസ് ടൗൺ എന്ന് പറയുന്നത് സെൻസസിന് വേണ്ടി മാത്രമുള്ള ഒരു നിർവചനമാണ്. അത് നമുക്ക് 682, അതായത് വില്ലേജുകൾ, അർബൻ സ്വഭാവമുള്ള വില്ലേജുകളെയാണ് നമ്മൾ സെൻസസ് ടൗണുകൾ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ റൂറൽ വില്ലേജുകൾ 758. ഇനി വീട് പട്ടിക ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ബ്ലോക്കുകളായിട്ട് ഇതിനെ തരംതിരിക്കുന്നു, ഈ ഭരണപരമായ യൂണിറ്റുകളെ. അതൊരു ഏകദേശം ഇപ്പോൾ നമ്മൾ ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീട് പട്ടിക ബ്ലോക്കുകൾ തിരിച്ചു കഴിഞ്ഞു എന്യൂമറേഷന് തൊട്ട് മുൻപായിട്ട്. അതൊരു ഏകദേശം 58,619 ഉണ്ട്. എന്യൂമറേറ്റർമാർ നമ്മുടെ ഏകദേശം 61,282, സൂപ്പർവൈസർമാർ 10,181. അടുത്തത് ഇത് വിവിധ വിജ്ഞാപനങ്ങളും ഉത്തരവുകളുമാണ്. സെൻസസ് എടുക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്, അതിനെ തുടർന്ന് ചോദ്യാവലി പ്രസിദ്ധീകരിച്ചത്. പിന്നെ പബ്ലിക്കിൻ്റെ കോഓപ്പറേഷൻസ് സോളിസിറ്റ് ചെയ്തുകൊണ്ട്, റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ
ഓരോ ആളുകളും കൃത്യവും വ്യക്തവുമായ ഒരു മറുപടി നൽകണമെന്നുള്ളത്. റെസ്പോണ്ടന്റ് എന്ത് പറയുന്നു അതായിരിക്കും രേഖപ്പെടുത്തുക. അത് എന്യൂമറേറ്ററുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് രേഖപ്പെടുത്തുക എന്നുള്ളതല്ല. റെസ്പോണ്ടന്റ് എന്ത് പറയുന്നു അത് അനുസരിച്ച് രേഖപ്പെടുത്തുക. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതായത് നമ്മുടെ സെൻസസ് ഫങ്ഷണറീസിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, ഇതിന് മുന്നോടിയായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടികളാണ്. നമുക്ക് നാഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, അതുപോലെ ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ തലത്തിലുള്ള ട്രെയിനിങ്ങുകളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 46 മാസ്റ്റർ ട്രെയിനർമാരുണ്ട്, 1120 ഫീൽഡ് ട്രെയിനേഴ്സ്. 1120 ഫീൽഡ് ട്രെയിനേഴ്സാണ് ഈ പറയുന്ന എന്യൂമറേറ്റേഴ്സ് സൂപ്പർവൈസേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതിലിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളുള്ളത്. കേരളം എന്യൂമറേറ്റർ സൂപ്പർവൈസർമാരുടെ പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 23/6 തീർക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇപ്രാവശ്യത്തെ ഡിജിറ്റൽ സെൻസസിനോടനുബന്ധിച്ച് ഉപയോഗിക്കപ്പെടുന്ന ടൂൾസാണ്. അതായത് ഈ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായിട്ട് തരംതിരിക്കുക. ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സും പോപ്പുലേഷൻ എന്യൂമറേഷന് എന്യൂമറേഷൻ ബ്ലോക്സ് എന്നിങ്ങനെയാണ് നമ്മുടെ 2 കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സ് തരംതിരിച്ചിരിക്കുന്നത് ഒരു വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ് രണ്ടാമത്തെ ഡിജിറ്റൽ ടൂൾ എന്ന് പറയുന്നത്. ജൂൺ 16 മുതൽ, അതായത് നാളെ മുതലാണത് പ്രാബല്യത്തിൽ അത് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിൽ കയറി കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ HLO, അതായത് ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിൽ HLO ആപ്പാണ് നമ്മൾ എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും ഉപയോഗിക്കുക. അതുവഴിയായിരിക്കും എൻട്രി വരുത്തുക. പിന്നെ ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനും എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നതിനുമായിട്ട് നമുക്കൊരു സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം CMMS പോർട്ടലുണ്ട്. അപ്പോൾ അതുവഴിയായിരിക്കും വിവിധ തലങ്ങളിലുള്ള നിരീക്ഷണം നടത്തുക. അതായത് ഇപ്പോൾ കളക്ടർമാർക്കായാലും ചാർജ് ഓഫീസേഴ്സിനായാലും ഡയറക്ടർക്കായാലും സെക്രട്ടറിക്കായാലും ഒക്കെ അതിൽ കയറി പരിശോധിക്കാവുന്നതാണ്. റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യപ്പെടും. പിന്നെ ഇത് മൊബൈൽ ആപ്പിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. 16 ഭാഷകൾ ലഭ്യമാണ്. ഈ ആപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ORG, അതായത് ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ഇന്ത്യയാണ്. അവിടെ നിന്നാണ് ഇതെല്ലാം ഈ ആപ്പുകളുടെ എല്ലാം ഡേറ്റ ശേഖരണവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെർവേഴ്സിലോട്ട് സിങ്ക് ചെയ്യുന്നതും എല്ലാം പരിശോധിക്കുന്നത്. ഇതാണ് സെൽഫ് എന്യൂമറേഷൻ. ജൂൺ 16 മുതൽ 30 വരെ ഇതാണ് വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. അതായത് ആ പോർട്ടലിൽ കയറുക, https://sc.census.gov.in. അതിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ് എൻ്റർ ചെയ്യുക. ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആരാണോ നമ്മുടെ ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡായി നമ്മൾ തീരുമാനിക്കുന്ന ആരാണോ ആ കുടുംബത്തിലെ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആൾ, അതായിരിക്കും നെയിം ഓഫ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് OTP വരുന്നതാണ് മൊബൈൽ നമ്പർ, അത് വെരിഫൈ ചെയ്യുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇമെയിലും കൂടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇമെയിലിലോട്ടും ആ സെൽഫ് എന്യൂമറേഷൻ ID വരും. പിന്നെ താമസ സ്ഥലം അതിൽ മാപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ HLO ക്വസ്റ്റ്യൻസ്, അതായത് 34 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഓട്ടോ ഇൻക്രിമെൻറ്റഡ് ആണ്, ബാക്കിയുള്ളതിന് നമ്മൾ മറുപടി കൊടുക്കുക, അത് പൂർത്തീകരിക്കുക. പിന്നെ ഫൈനലി എല്ലാം നോക്കിയതിന് ശേഷം ഡ്രാഫ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്, എഡിറ്റും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫൈനലി സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സെൽഫ് എന്യൂമറേഷൻ ID 11 അക്ക ID കിട്ടും. ആ ലഭ്യമാകുന്ന ID സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്താലും മതി. അത് മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഏത് കുടുംബാംഗമായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് ഉറപ്പില്ലായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്യൂമറേറ്റർ ഫീൽഡിൽ വരുമ്പോൾ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് HLO ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഈ സെൽഫ് എന്യൂമറേഷൻ ID ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഹി ഓർ ഷീ ക്യാൻ ഗോ ത്രൂ ദ എൻറ്റയർ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കൺഫേം ചെയ്യാം. ഒന്നും കൂടെ ആ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് ചോദിക്കുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കൺഫേം ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നു, അത് പോകും.
അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് കഴിഞ്ഞാലും എന്യൂമറേറ്റർ ഫീൽഡിൽ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇപ്രാവശ്യം അങ്ങനെയാണ് പോകുന്നത്. സെൽഫ് എന്യൂമറേഷനെ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു ഫ്ലോ ചാർട്ട്. ഞാൻ പറഞ്ഞ അതേ വസ്തുതകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വിശദമായ ട്യൂട്ടോറിയൽ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. അടുത്തത് ഡേറ്റ സുരക്ഷയുടെ ചോദ്യത്തിൻ്റെ ഈ ഡേറ്റ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് പല ബാംഗ്ലൂരു, ലക്നൗ, ഡൽഹി എന്നിവിടങ്ങളിലായിട്ട്. അപ്പോൾ അവിടെയാണ് ഇത് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സുരക്ഷാ ഓഡിറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. വികാസം പ്രഗതിയും. പിന്നെ നമുക്കൊരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 1855. അതിപ്പോൾ നമ്മുടെ ഡയറക്ടറേറ്റിൽ സജ്ജീകരിക്കപ്പെടുന്നതാണ് ഉടനെ. അപ്പോൾ അതിൽ പൊതുജനങ്ങൾക്ക് സംശയങ്ങളുള്ള പക്ഷം അവർക്ക് അവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിനുള്ള സഹായം ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിവരം തേടാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒരു പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിലുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ സെൽഫ് എന്യൂമറേഷൻ വ്യാപകമായി നടന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഫീൽഡിൽ എന്യൂമറേറ്റർക്ക് പോകുമ്പോൾ അപ്പോൾ തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സമയം കുറഞ്ഞു കിട്ടും. ആ കുടുംബാംഗങ്ങളുടെ സമയവും കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ വേറൊരു അഭ്യർത്ഥനയും കൂടി ഉള്ളത്, പൊതുജനങ്ങൾ നേരത്തെ തന്നെ 33 ചോദ്യങ്ങളും ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നോട്ടിഫൈ ചെയ്തതാണ് പബ്ലിക്കലി. അപ്പോൾ അവരതിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ അതാത് വീടുകളിൽ എന്യൂമറേറ്റർ വരുമ്പോഴോ, ഇപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാത്തവരാണെങ്കിൽ എന്യൂമറേറ്റർ വരുമ്പോൾ തന്നെ ഉടൻ തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് അത്രയും സമയം നമ്മുടെയും സമയം പോവും, എന്യൂമറേറ്റേഴ്സ് അവരുടെ സമയവും നഷ്ടപ്പെടും. അപ്പോൾ ഇതിത്രയാണ് ആമുഖമായി പറയാനുള്ളത്. എല്ലാവരോടും നന്ദി, നമസ്കാരം. പുറത്തുള്ളവർ ഈ കൗണ്ടിൽ വരുന്നില്ല. അത് ഇല്ല, പോർട്ടൽ ഇന്ത്യയിൽ മാത്രമേ ആക്സസിബിൾ അല്ല. നമ്മുടെ കഴിഞ്ഞ സെൻസസുകൾ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ലോക്ക്ഡ് ഹൗസസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്യൂമറേറ്റർ ഒരിക്കൽ കൂടി മാക്സിമം നമ്പേഴ്സ് പോയി നോക്കണമെന്നും കൂടെ. അത് എപ്പോഴെങ്കിലും ലോക്ക് മാറുകയാണെങ്കിൽ വിവരം ശേഖരിക്കാം. ഇല്ലെങ്കിൽ ഒരു അയൽവാസിയുടെയെന്നോ പരിസരവാസിയുടെയെന്നോ നമ്പർ ശേഖരിച്ചിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത്, നമുക്കറിയാമല്ലോ നമ്മുടെ പരിസരത്തിൽ ആരെങ്കിലും കാണും, ഒരു ലോക്കൽ അല്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാവുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന ഒരു ആൾ കാണുമല്ലോ. അപ്പോൾ നമ്പർ എടുത്തിട്ട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് അവരെപ്പോൾ ഉണ്ടാകും എന്നുള്ളത് അന്വേഷിച്ചിട്ട് പോകാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാക്സിമം റീവിസിറ്റ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതൊന്നും കഴിഞ്ഞിട്ടും ലോക്ക്ഡ് ആണെങ്കിൽ ലോക്ക്ഡ് ആണെന്ന് രേഖപ്പെടുത്തും. That is what I said. Population enumeration is done in the second phase, where in the homeless, house listing, housing condition ഉള്ള കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പേഴ്സൺസിനെ കൗണ്ട് ചെയ്യുന്നില്ല. റെന്റ് ആണോ? റെന്റിലുള്ളവരുടെ അല്ല, റെന്റിലുള്ളവർക്ക് റെന്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺഡ് അല്ല റെന്റഡ് ആണെങ്കിൽ അതിൽ രേഖപ്പെടുത്തും. ഐദർ ആരാണോ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതേ ഓർ ചിൽഡ്രൻ ഉണ്ടാവില്ല ഒരു കുടുംബത്തിൽ, ഓർ ഗ്രാൻഡ് പേരൻറ്, ആരെങ്കിലും ഒരാളിനെ കുടുംബനാഥനായിട്ട് അത് കുടുംബം തന്നെ ഡിസൈഡ് ചെയ്യും. വെദർ ഇറ്റ് ഇസ് പീരിയഡ് വിൻഡോ കൊടുത്തതിനോടൊപ്പം തന്നെ ചില സാഹചര്യത്തിൽ ഏതെങ്കിലും വിളവ് കൊടുക്കേണ്ടത് അത് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്ത് കൊടുക്കും. ഇപ്പോൾ ഡ്യൂട്ടി ഓഫ് കൊടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്കൂളോ കോളേജിൽ തന്നെ 80% ആളുകളും ഈ ഡ്യൂട്ടിയിലാണെങ്കിൽ ഏത് രീതിയിലാണ് ഇളവ് കൊടുക്കേണ്ടത് അത് വരും ദിവസങ്ങളിൽ സർക്കാർ തീരുമാനിക്കും. 70,000 ടീച്ചേഴ്സ് പല സർക്കാർ തലത്തിലുള്ള ജീവനക്കാരും ഉണ്ട്. സർക്കാർ ജീവനക്കാരും ഉണ്ട്, കൂടുതലും ടീച്ചേഴ്സാണ്. പക്ഷെ സർക്കാർ ജീവനക്കാരും ഉണ്ട്. മറ്റേ റവന്യൂ മുതൽ 200 ഹൗസ് ഹോൾഡ്സ്, അതായത് ഒരു 700-800 പോപ്പുലേഷനാണ് ഒരു HLB എന്ന് പറയുന്നത്. ഒരു HLB ആണ് ഒരു എന്യൂമറേറ്റർ, ഒന്നോ അതിൽ കൂടുതലോ HLB.
എനുമറേഷൻ സെക്കൻഡ് ഫേസിലാണ് വരുന്നത്. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിന്റെ ഗൈഡ് ലൈൻസ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോൾ കൃത്യമായി അതിനുള്ള ഉത്തരങ്ങളുണ്ടാവും. കാസ്റ്റ് എന്യൂമറേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് സെക്കൻഡ് ഫേസിലായിരിക്കും. എന്യൂമറേഷന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റാത്തവർ നോർമലി ഹെൽപ്പ് എടുക്കുന്നത് കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുള്ളവരുടെയാണ് ഹെൽപ്പ് എടുക്കുന്നത്. നമ്മൾ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് BLO പോലെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ എന്യൂമറേറ്റേഴ്സ് തന്നെ സഹായിക്കും, തന്നെ എടുത്തോളും. ഇതിപ്പോൾ രണ്ടാണ്. ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും സെക്കൻഡ് ഫേസ്. അതിനാണ് ഇത് ചെയ്യുന്നത്. കാരണം ഡിജിറ്റൽ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിൽ പരമാവധി ആളുകളിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഒന്നുമില്ല, അത് 1 ജൂലൈ to 30 ജൂലൈയിൽ ചെയ്യും. എന്യൂമറേറ്റേഴ്സ് ചെയ്തു. സെൻസസ് ഹൗസ് നമ്പർ, ഹൗസ് ഹോൾഡ് നമ്പർ, അതുപോലെ ലൈൻ നമ്പർ, ഇതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പൂരിപ്പിക്കും. മറ്റതിൽ ചിലത് ഓട്ടോ ഇൻക്രിമെൻറ്റഡ് ആയിട്ട് വരും ആപ്പിൽ തന്നെ. ലൈൻ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ്. അപ്പോൾ പിന്നെ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് HLO ആപ്പ് വഴി, അതായത് ഈ എന്യൂമറേറ്റർ ഡാഷ്ബോർഡ്, അതെ, HLO ആപ്പ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഓഫ്ലൈനാണ്. അതിൽ രജിസ്റ്റർ ചെയ്യും. ഈ പറയുന്ന 70,000 പേരും അതിൽ രജിസ്റ്റേർഡ് ആകും. അവരുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആണ്. ദേ വിൽ ഹാവ് ആക്സസ് ടു ദാറ്റ് HLO ആപ്പ്. അപ്പോൾ ആ HLO ആപ്പിൽ സെൽഫ് എന്യൂമറേഷൻ്റെ ID ലിങ്ക്ഡ് ആണ്. അപ്പോൾ ആ ഡേറ്റ ഇവിടെ അവൈലബിൾ ആകും. അപ്പോൾ ഒരു എന്യൂമറേറ്റർ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു ദൂരപരിധി ഉണ്ട്. ഒരു എക്സ്റ്റൻഡഡ് HLP ബൗണ്ടറിക്ക് അകത്തുള്ള എല്ലാ SC IDസും ആ ആപ്പിൽ ലഭ്യമാകും. മറ്റ് SC IDs ലഭ്യമാകില്ല. അയാളുടെ HLBയിൽ പരിധിയിലുള്ള verify it because it is already self enumeration. Once you do the self enumeration, it is already there in that particular house listing block. So when the enumerator of that particular house listing block goes there, he will automatically get that data feeded and he will verify. Second question is When the entire census operations is over, talking about the housing, the first data, but it has been told that they will supply the data. Once the house listing operations are done, data is gathered, but it is left to the government, I mean the Registrar General of Census, as to how they will give the data for the state government's planning purposes. You're asking that only, right? Correct. I don't think it is in the immediate. They will let us know after this. Now, right now, they have not informed us. Mostly, it is the current address which is taken, the place where you are dwelling. Illa, at present, where are you dwelling? When the self enumeration is done, the same block, the same thing will be there when the enumerator is also coming down in July. നോർമൽ ഹൗസ് ഹോൾഡ്സും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡ്സും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡിൽ അത് വരും, പ്യോർലി ഹോസ്റ്റലാണെങ്കിൽ. പക്ഷെ അവിടെ ഒരു റെസിഡൻസ് കം ഹോസ്റ്റലാണെങ്കിൽ അത് നോർമൽ ഹൗസ് ഹോൾഡിലോട്ട്. suppose the owner of the household is Household person, I mean the head of the household is deceased, മരിച്ചുപോയി അല്ലേ? ആ ഒരു സാഹചര്യത്തിൽ യു ആർ സേയിങ് ദറ്റ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് അവകാശം സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. നൗ വെൻ ദറ്റ് ഹൗസ് ഹോൾഡിൽ ജീവിച്ചിരിക്കുന്ന ആൾ ആരാണ്, ഹൂ ഇസ് പ്രസന്റ്ലി റിസൈഡിങ് ദർ, ഓൺലി ഹീ ഈസ് റെസ്പോൺസിബിൾ ടു ഫിൽ ദ ഡേറ്റ. ഇപ്പോൾ കുടുംബനാഥൻ പുറത്താണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, സംബഡി ഈസ് സ്റ്റേയിങ്, ആ ഫാമിലിയിൽ നിന്ന് താമസിക്കുന്നത്, അതന്നെ കുടുംബം താമസിക്കുന്നു, അതിനകത്തുള്ള പേരുകളാണ് എൻ്റർ ചെയ്യേണ്ടത്. നോർമലി ഹൂസ് റിസൈഡിങ് ഇൻ ദ കൺട്രി, ഇൻ ദ സ്റ്റേറ്റ്, ഇൻ ദ ലൊക്കാലിറ്റി, അങ്ങനെ എടുക്കും. കൗണ്ട് എടുക്കുന്ന സമയത്ത് അവരുടെയും കൂടി നമ്മൾ താമസിക്കുന്ന വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിലെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് റിസൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡേറ്റ എടുക്കും. ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം മാൻഡേറ്ററി ആണ്. കാരണം സെൻസസ് എന്ന് പറയുന്ന സമഗ്രമായിട്ടുള്ള ഒരു ഡേറ്റ ക്യാപ്ചർ മെക്കാനിസമാണ്. അത് നമ്മൾ ഡേറ്റ ഇൻ്റർപോലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്ലാനിങ് പർപ്പസസിനും പല കാര്യത്തിനും ഭാവിയിൽ ഇല്ലേ രാജ്യത്തിൻ്റെ വളർച്ചയും സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടും മറ്റെല്ലാ കാര്യത്തിലും ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഡേറ്റ പോയിന്റ് ആയിരിക്കും ആവശ്യമുള്ളത്. സോ പരമാവധി കൊടുക്കുന്നതായിരിക്കും ഉചിതം. എന്യൂമറേറ്റർ വരുമ്പോൾ അത് ഫില്ലപ്പ് ചെയ്യാനുള്ളൊരു ശ്രമം അവർ നടത്തും. പഠന ആവശ്യത്തിന് പുറത്തുള്ളവർ ഇതിൽ ഉൾപ്പെടില്ല. ഇത് ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ നോർമൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ആണ് കോൺസെപ്റ്റ്. അതായത് നമ്മൾ സാധാരണയായി താമസിക്കുന്ന ഒരു സ്ഥലം, താമസിച്ച് ഉറങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഇപ്പോൾ 2 വീട്ടിലായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ അത് അവിടെ ആയിരിക്കും ആ ഡേറ്റ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വരും.
അപ്പോൾ അതും ഒരു പ്രധാന ഘടകമാണ്. ഡ്യൂപ്ലിക്കേഷനും ഒമിഷനും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൗണ്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന ജനസംഖ്യ, കേരളത്തിൻ്റെ ജനസംഖ്യ ഇത്രയാണെന്ന് നമ്മൾ നമ്പർ പറയുമ്പോൾ അതിൽ ഒരുവിധം ഒരു ആക്യുറസി ഉണ്ടാവണം എന്നുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വരും. പ്ലേസ് ഓഫ് റെസിഡൻസ് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ പ്ലേസ് ഓഫ് റെസിഡൻസ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് താമസിക്കുകയാണെങ്കിൽ എനിക്ക് എറണാകുളത്താണ് അതിൻ്റെ എന്യൂമറേഷൻ നടക്കുന്നത്. സപ്പോസ് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിക്കുകയാണ്, അറ്റ് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവരാണ് എൻ്റർ ചെയ്തത്. അത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡായിട്ട് അവിടുത്തെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തും. അഡ്രസ് എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ ഇതിനൊപ്പം നടക്കും, ഇതിൻ്റെ കൂടെ നടക്കും. സെൽഫ് എന്യൂമറേഷനും എന്യൂമറേഷൻ്റെ കൂടെ നടക്കും. ദാറ്റ് ഈസ് ഫ്രം July 1st to 30th. Housing data these enumerators will be using that will be given by the local government. How is it like? How do they identify these houses? These houses are identified by the respective ജില്ലകളിലുള്ള ജില്ലാ കളക്ടർമാർ. they have already carved out the house listing blocks. ആയിട്ടുള്ള 200 വീടുകൾ, ആ ബ്ലോക്കുകൾ ഒരു ഉദാഹരണത്തിന് ഒരു വാർഡിനകത്തുള്ള ജനസംഖ്യ പോലെ ആ ഹൗസ് ലിസ്റ്റിംഗ് പറഞ്ഞ ഹൗസസ്, നമ്പർ ഓഫ് ഹൗസസ് വിച്ച് ഇൻക്ലൂഡ്സ് റെസിഡൻഷ്യൽ ഹൗസസ്, വിച്ച് ഇൻക്ലൂഡ്സ് വാടകയ്ക്കുള്ള വീടുകൾ, വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ആ ഹൗസ് ലിസ്റ്റിംഗ്. ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബേസിക്കലി എവിടെയാണ് ദ പ്ലേസ് വേ യു സ്റ്റേ പ്രസൻ്റ്ലി. ഇപ്പോൾ നിലവിൽ എവിടെയാണോ താമസിക്കുന്നത് ദാറ്റ് ഈസ് ഡിസൈഡഡ് ആസ് ദി ഹൗസ് ഹോൾഡ്. നിയമത്തിൽ പറയുന്ന ശിക്ഷ ലഭിക്കും. FIR രജിസ്റ്റർ അത് ഇംപ്രിസൺമെന്റും ഉണ്ട്, 1000 രൂപ ശിക്ഷയും ഉണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ബേസിക്കലി ഇതൊരു എക്സസൈസ് ഇൻ നേഷൻ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ പൊതുവേ എല്ലാവരും സഹകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു രീതിയിലോട്ട് പോണത് ശരിയല്ല. പക്ഷേ സ്റ്റിൽ ദാറ്റ് ഇസ് ദെയർ ഡിഫൈൻഡ് ഇൻ ദി ആക്ട്. അത്രേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ടോ. അപ്പോൾ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ ജനറലി ത്രൂ എ റീഅപ്രോച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസെൻസസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, നോട്ട് ത്രൂ ഫോഴ്സ്. ജനറലി നമ്മൾ സംസ്ഥാനത്ത് അങ്ങനെ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്റ്റിൽ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രമേ നമുക്ക് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ. എക്സ്ട്രീം കേസസ് നിർബന്ധമായിട്ട് ഒരു ഏരിയയിൽ പോയിട്ട് മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ മാത്രം ദെൻ വി വിൽ ഹാവ് ടു സീ സം അതർ മെക്കാനിസം. ദാറ്റ് ഇസ് എ ലാസ്റ്റ് റിസോർട്ട് മാത്രമേ എടുക്കൂ. ഹീസ് നോട്ട്, അത് അവിടെ റിസൈഡ് ചെയ്യണം. അവിടുത്തെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് സപ്പോസ് മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടുത്തെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിന്റെ ഭാഗവും. ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദിസ്. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പീപ്പിൾ ഹു ആർ റിസൈഡിങ് ഇൻ ദിസ് കൺട്രി. വിദേശത്ത് പോണവരല്ലല്ലോ. പക്ഷേ ദേ ആർ ഇന്ത്യൻസ് ബട്ട് ഹു ഹവ് ഗോൺ ഔട്ട്. പക്ഷെ ഹു ആർ റിസൈഡിങ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. നമ്മൾ കാൽക്കുലേറ്റ് ഫെബ്രുവരി ഇത് മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ കൗണ്ട് ഹെഡ് കൗണ്ടാണ്. എത്ര പേരാണ് ഇൻക്ലൂഡിങ് ഹൗസ്ലെസ് ഹോംലെസ് ആളുകൾ ഇവിടെ ഈ കൺട്രിക്കകത്ത് ആ സമയത്ത് പർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈമിൽ ഉള്ള ജനസംഖ്യയാണ്. അതാണ് ജനസംഖ്യ. ഫോറിനേഴ്സ് ഓൾസോ വിൽ ഗെറ്റ് കൗണ്ടഡ്. ആരൊക്കെ ചിലപ്പോൾ ഫോറിനേഴ്സ് ദേ വുഡ് കം ഫോർ സം ടൂറിസം പർപ്പസസ്. അവരുടെയും ഹെഡ് കൗണ്ട് എടുക്കുമ്പോൾ അവരെയും കൂടി എടുക്കും. So the total population as on midnight, that is on February in 2020, അതാണ് പോപ്പുലേഷൻ കൗണ്ട്. അപ്പോൾ വിദേശത്തുള്ളവരിനൊന്നും ഇതിനകത്ത് വരില്ല. ദേ ആർ ഇൻ സം അതർ കൺട്രി. ഈ കൺട്രിക്ക് അകത്തുള്ളതാണ് ആസ് ഓൺ മിഡ്നൈറ്റ്. ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പോപ്പുലേഷൻ കൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലോ. ഇത് ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്സിൽ ഹൗസിൻ്റെ ഡീറ്റെയിൽ ഹൗസ് ഹോൾഡ് സർവേ ആണത്. മറ്റേത് കംപ്ലീറ്റ് പോപ്പുലേഷൻ എന്യൂമറേഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം ആണ് സെൻസസ്. യെസ്, ബേസ് ഉണ്ടാവുമല്ലോ. കാരണം ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ ഡേറ്റ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. ദെൻ പോപ്പുലേഷൻ കൗണ്ട് പോകുമ്പോൾ ഹൗസ് ഹോൾഡ് മാത്രമല്ല, നമ്മൾ സ്ട്രീറ്റിലും ടൗണിലും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൂടി എടുക്കുമ്പോഴാണ് പോപ്പുലേഷൻ കൗണ്ട് വരുന്നത്. അപ്പോൾ ദിസ് ഇസ് എ റെഫറൻസ് ഡേറ്റ. ഇറ്റ് ഇസ് എ റെഫറൻസ് ഡേറ്റ. ഹൗസ് ലിസ്റ്റിംഗിലല്ല, പോപ്പുലേഷൻ എന്യൂമറേഷനിൽ ഡിഫറൻസ് വരും. നമ്പർ അല്ല, ഫസ്റ്റ് ഫേസിൽ എടുക്കുന്ന HLPസിനെ വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫേസിലുള്ള എന്യൂമറേഷൻ ബ്ലോക്സ് തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ വാട്ട് യു സൈഡ് ഇസ് റൈറ്റ്. ഇതാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് HLPs ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു.
എന്നിട്ട് പോപ്പുലേഷൻ എന്യൂമറേഷനിൽ വരുമ്പോൾ ഇത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് ഒന്നും കൂടെ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ആ സമയം എന്യൂമറേറ്റർ സൂപ്പർവൈസർ. ക്വസ്റ്റ്യൻസ് ഹൗസ് ലിസ്റ്റിങ്ങിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ വ്യക്തിഗത വിവരങ്ങളാണ് ചോദിക്കുന്നത്. പേര്, നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് സാധാരണ സെൻസസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്രാവശ്യം കാസ്റ്റും കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2027 ഫെബ്രുവരിയിലാണ് ഈ ഹെഡ് കൗണ്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ആളുകളുടെ ഹൗസ് ഹോൾഡ് മാറിപ്പോവാം, ചില ആളുകൾ പുറത്ത് പോവാം, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം മാറാം. അപ്പോൾ അത് ഫേസ് ആകുമ്പോൾ അത് അങ്ങനെ സെക്കൻഡ് ഫേസിൽ അവർക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അതെ, അതിപ്പോൾ സാർ പറഞ്ഞ പോലെ ആ സമയത്ത് എന്താണോ അതായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വേറെയാണ്, അപ്പോൾ ബാധിക്കുന്നില്ല. ഹെഡ് കൗണ്ട് നടക്കുമ്പോൾ പറഞ്ഞില്ല ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടി കൗണ്ട് ചെയ്യുന്നു. ബട്ട് ദേ വിൽ നോട്ട് ബി staying permanently here, right? Maybe കുറച്ച് നേരത്തെ വന്നാൽ തിരിച്ചു പോകുന്നുണ്ടാവും. So it can be a real population data then. See the population. No, see the point is at that reference point in this country, how many people are there? No, പക്ഷേ അത് നമ്മൾ we are not going to get just a number. This is going to be a reference data for your future, right? See, in that when we split the data, there will be foreigners also. There will be people who are homeless, houseless. അതിപ്പോൾ ആ differential data കൂടി വരും in the entire count. And we can take out that data for other purpose of planning and other strategic issues. So when you say that what is your country's population, there will be a number, right? Yes. So what is that? That's what I'm going to ask you. You will not be giving a differential data. No. That, We right? will be given the number of people who are at that reference point in the country. That means Entire country. 2027 February midnight, this is the people of Yes. Who are there? I don't get the point. So when you are planning something for the future, and there will be a sizable number that might go out, right? So how are you getting that data? See, once you get that aggregated data, then you will be able to see the disaggregated data within that. And then what we will do is, suppose there are so many foreigners, they are not going to be part of anything of any planning, but they are there. We will have to take out that data and then accordingly sift that data for developmental purposes. That I do not know how they are going to do it, but I can say, but the population count is that everybody, even the homeless, houseless, people who are not have, everybody will be counted. That's the head count. And also a sizable amount of number of people will be outside. Right? Yes, there will be a lot of people who are NRIs who are not part of this. Of India, both were citizens of India and who are going to come back to the country may not be the part of the whole number. Yes. So this disaggregated data, how do we use it? Is left to the government of India as well as the Registrar General of Services. How are we going to use it? That I cannot know. I mean, I don't have much information about that. Once I have, I will let you know. അല്ല ഞാൻ population count എടുക്കുമ്പോഴേ നമ്മൾ ഒരു see someone is asking me and my daughter or son is outside or my anyone. So why can't they take that data as well? I mean, number of people who are residing outside. Then you will get the right number. Otherwise, this is like a large number of people who are residing outside the country. എൻ്റെ സുഹൃത്തെ, നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തുന്നു. 11 മണിന്ന് ഫിക്സ് ചെയ്തിട്ടല്ലേ മീറ്റിംഗ് നടത്തുന്നത്. അത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മളൊരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് വേണം ആ സമയത്ത് നോർമൽ റെസിഡൻസ് ആയിട്ടുള്ള ആരൊക്കെയാണ് എന്നുള്ളവരുടെ കൗണ്ട് എടുക്കുന്നത്. അല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഹൗ വിൽ യു ഗോ? സം പേഴ്സൺ മേ ഡൈ, ഒരാൾ ബോൺ ആകാം, കുട്ടികളെ വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളൊരു റിവിഷണൽ റൗണ്ട് March 1 to 5 വരെ വെച്ചിട്ടുള്ളത്. ആ സമയത്ത് എന്യൂമറേറ്റർ ഒന്നും കൂടി വീടുകളിൽ പോയി അങ്ങനെയാണ് ചെയ്യണം എന്നാണ്. അത് വന്നിട്ടില്ല അതാണ് ഞാൻ പറയുന്നത്. phase 2 ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല. അപ്പോൾ ആ phase 2 കൃത്യമായ ഗൈഡ് ലൈൻസ് വരുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇങ്ങനെ ഇരുന്ന് ആ സമയം ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ March 1 to 5 എന്യൂമറേറ്റർ ഒരിക്കൽ കൂടി നമ്മുടെ വീടുകളിൽ വന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ അത് രേഖപ്പെടുത്തുകയും പുതിയ ബേർത്ത്സ് ജനനം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത് കൗണ്ട്. some reference point should be there. Census point എന്നാണ് അത് പറയുന്നത്. What he is saying is the reference point census. You are saying there should be a revision in that, right? കുറേ പേര് പുറത്തുണ്ട്, കുറേ പേര് foreigners. So those guidelines are yet to come. So that they might clarify after that. Right now that is not. So പുറത്തുള്ളവർ അവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്. നമ്മൾ സെൻസസ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ കൗണ്ട് ചെയ്യും. അവരിവിടെ കൗണ്ട് ചെയ്യണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. അതായത് but they are residing there, so they are part of that. ആ ഒരു അവിടുത്തെ ഗവൺമെന്റിന്റെ വെൽഫെയർ സ്കീംസോ പോളിസീസോ ആണ് അവർക്ക് വരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് NRIs, നോൺ റെസിഡന്റ് ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ റെസിഡന്റ് സെയിം, നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അതായിക്കോട്ടെ, നമ്മൾ ആ ഒരു തർക്കത്തിലോട്ട് കടക്കണ്ട.
ചെയ്യേണ്ട. See, നമ്മുടെ what സെൻസസ് ട്രഡീഷണലി നമുക്കൊരു കാര്യം ചെയ്യാം. See, what is the issue is, see, your thing is for, you're saying that NRIs who are living there temporary ആണ് ഇവിടെ. Unless they are citizens, അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും. You're right. But the point is, census is only a reference point for a head count of the citizens or the people who are residing in this country at that point in time. അതാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. Now, the other aspects is a policy level issues. How do we tackle this with data? That we will see what is your questions, whether they going to give us new guidelines regarding this. We will let you know. Okay, thank you. ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്ന 10 പേരുണ്ട് താമസിക്കുന്നത്. ആ സമയത്ത് പോകുമ്പോൾ 3 പേരേ ഉള്ളൂ. ഈ ബാക്കിയുള്ള 7 പേര് പുറത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയി. പക്ഷെ അവർ തിരിച്ചു വരുന്ന ആ വീട്ടിൽ തന്നെയാണല്ലോ റിസൈഡിങ് ഹൗസ്. ഇപ്പോൾ എറണാകുളത്ത് പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത് അവിടെയാണ് രേഖപ്പെടുത്തുന്നത്. ബിക്കോസ് കുറേ കാലമായിട്ട് അവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്. പഠിത്തത്തിന് പോയി ഹോസ്റ്റലിലാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹൗസ് ഹോൾഡ് ആണെങ്കിൽ അതാണ് റെസിഡൻസ് ആയിട്ട് കണക്കാക്കുക. ഈ പോയിന്റ് ഇൻ ടൈമിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിസൈഡ് ചെയ്യുന്ന ആളുകളുടെ ഡേറ്റയാണ് കുടുംബനാഥം കൊടുക്കുന്നത്. അപ്പോൾ ഇവര് നമ്മുടെ ഇപ്പോൾ ഈ വീട്ടിൽ ഉള്ളവരുടെ തന്നെ അപ്പോൾ വേറെ വിട്ടുപോകുന്നില്ല, അവിടെയാണ് താമസം. എവിടെയാണോ താമസമല്ലേ ഇവിടുന്ന് വിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് കുഴപ്പമില്ല, അത് ഇവിടെ തന്നെ കൊടുക്കുള്ളൂ ഡേറ്റ. ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ്, ഇപ്പോൾ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന ആളാണെങ്കിൽ ഇവിടെയല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഓർഡിനറി റിസൈഡിങ് ഇൻ ദറ്റ് ഹൗസ് അതാണ് വേർഡ്. ഇല്ല 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 ഇല്ല. നാളെ പോർട്ടൽ എത്ര മണിക്കാണ്? 6 മണി, മോർണിംഗ് 6 AM. സെൻസസ് അല്ല, 10 വർഷത്തിൽ ഒരിക്കലും. ആൻഡ് ഓൾസോ വി ലോസ്റ്റ് ഔട്ട് കോവിഡ് കാരണം. ഓക്കെ, താങ്ക് യു. മീറ്റിംഗ് ഓക്കെ, സോറി മീറ്റിംഗ്